ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പിന് കുറേ അധികം പ്രത്യേകതകളുണ്ടല്ലേ. അതിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയൊരു പ്രത്യേകതയാണ് ഇത്. അതായത് ഇപ്രാവശ്യം വേൾഡ് കപ്പിന് ഉപയോഗിക്കാൻ പോകുന്ന ഫുട്ബോൾ എന്നുള്ളത് അഡിദാസ് പുതിയതായിട്ട് പുറത്തിറക്കിയിട്ടുള്ള ഫ്രിയാൻഡോ എന്ന് പറഞ്ഞ ഫുട്ബോളാണ് ഇപ്രാവശ്യം നമ്മൾ വേൾഡ് കപ്പിന് ഉപയോഗിക്കാൻ പോകുന്നത്. അതിന് കുറേ അധികം പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് പ്രത്യേകതകളെന്ന് നോക്കാം. ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുട്ബോൾ ഉണ്ടാവില്ലേ? എന്നാൽ ഇപ്രാവശ്യം വേൾഡ് കപ്പിന് വേണ്ടി പുറത്തിറക്കിയിട്ടുള്ള ബോൾ എന്ന് പറഞ്ഞാൽ ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ചാർജ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതൊരു AI ടെക്നോളജി വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ബോളാണ്. അതായത് ഈ ബോളിൻ്റെ ബാനൽസിൻ്റെ ഉള്ളിൽ സെൻസറുകൾ എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ പ്ലേയേഴ്സ് കളിക്കുമ്പോൾ ആ ബോളിൻ്റെ സ്പീഡ്, അക്യൂറസി, റിയൽ ടൈം മൂവ്മെൻറ്റ്, ട്രജക്ടറിയൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ ട്രാക്ക് ചെയ്തിട്ട് റിയൽ ടൈം 3D ഇമേജസുകൾ 500 ടൈം പെർ സെക്കൻഡിൽ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ മാച്ചിൻ്റെ മുന്നേയും ഫുട്ബോൾ ചാർജ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം. ഈ ഒരു ടെക്നോളജി എങ്ങനെയാണ് വേൾഡ് കപ്പിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ ഇത് അക്യൂറേറ്റ് ആൻസറുകൾ തരും. അതായത് എന്തെങ്കിലും ഫൗൾ ഒഫൻസുകളൊക്കെ വന്നാൽ കറക്റ്റായിട്ടൊരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് ഇത് വേൾഡ് കപ്പിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇങ്ങനൊരു ടെക്നോളജി ഉള്ള കാര്യം നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതേപോലത്തെ കൂടുതൽ AI റിലേറ്റഡ് വീഡിയോക്ക് വേണ്ടിയിട്ട് ഈ പേജ് ഫോളോ ചെയ്യുക.